ഹായ്, കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കൊഴുക്കട്ട കൊണ്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സാണേ, വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു ബൗൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. നന്നായിട്ട് മിനുസത്തിൽ പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പുഴുക്കലരി നന്നായിട്ട് മിനുസത്തിൽ പൊടിച്ചത്, അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിനുസപ്പൊടി തന്നെ എടുക്കണേ, എന്നാലും നമുക്ക് ആ കൊഴുക്കട്ട നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അതിലോട്ട് 1 സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കത് കുഴക്കണം. ആ വെള്ളം നമുക്ക് മതിയാകില്ല, പക്ഷെ നമുക്ക് ഒന്നിച്ച് ഒഴിക്കാൻ പറ്റില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ കുഴക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇങ്ങനെ കുഴച്ചു, പക്ഷേ അതിൽ വെള്ളം പോരാ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ചേർക്കണം. 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുകയാണേ. എന്നിട്ട് നമുക്കത് ആദ്യം അതുപോലെ മിക്സ് ചെയ്യാം. അല്ല, ഒന്നിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാൽ നമുക്കത് ശരിക്കും നമുക്കൊരു കുഴഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണേ. അതിൽ വെള്ളം കൂടുതലാവാനും പാടില്ല, അത് നമുക്ക് ഒരുപാട് കുറയാനും പാടില്ല. കൊഴുക്കട്ട നമുക്ക് ആ ഒരു ഷേപ്പിലാക്കി കിട്ടണമെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്യണം. നമുക്ക് നല്ല ഉണ്ടാക്കാൻ പറ്റിയ തരത്തിൽ തന്നെ നമുക്കിത് കിട്ടണം. ഇതൊക്കെ കണ്ടില്ലേ, നല്ല കുഴയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പാകത്തിൽ നമുക്ക് കുഴ ഉണ്ടാവണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 15-20 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു റെസിപ്പി തയ്യാറാക്കാനുണ്ട്. അതിനു വേണ്ടി ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. സവാള ഞാൻ 4 കട്ട് ചെയ്തിട്ട് ഞാനിത് ക്രഷ് ചെയ്യാൻ പോവുകയാണേ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നന്നായിട്ട് സവാള നല്ല ക്രഷായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ചെറിയ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, ഇങ്ങനെ പൊടിയായി അരിഞ്ഞതുപോലെ സവാള നമുക്ക് കിട്ടിയില്ലേ. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതിനുശേഷം ഒരു തക്കാളി ഇതുപോലെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ചെറിയൊരു പൊടിയായിട്ട്. ഇത് രണ്ടും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഞാൻ ചെറിയൊരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെറിയ ബോൾസാക്കി മാറ്റാം. അതിനെ കൊഴുക്കട്ട ചെറിയ കൊഴുക്കട്ടയാക്കാം. സാധാരണ നമ്മൾ സ്നാക്സിന് ഉപയോഗിക്കുന്ന പോലെയുള്ള കൊഴുക്കട്ടയാക്കുന്ന പോലെയുള്ള ബോൾസ് അല്ല കേട്ടോ. നമ്മളിത് വളരെ ചെറിയൊരു ബോൾസാണ് ആക്കി മാറ്റുന്നത്. അപ്പോഴേ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. വലുതാകുമ്പോൾ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതാ ചെറിയ ബോൾസാക്കി മാറ്റാം നമുക്കിത്. ഇതാ ബോൾസെല്ലാം ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല കേട്ടോ, കുറച്ച് സമയത്തോടു കൂടി ചെയ്യണേ. ഇതാ കണ്ടില്ലേ, ബോൾസൊക്കെ ഒരു പാത്രത്തിലോട്ട് ഞാൻ ആക്കി വെച്ചിട്ട്. ഞാനാക്കിയത് ഒരേ ഷേപ്പിലില്ല, വലുതും ചെറുതൊക്കെ ആയിട്ടുണ്ട്. അത് കുറച്ച് പെട്ടെന്നാക്കിയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ആവിച്ചമ്പ് ഗ്യാസ് വെച്ചിട്ട് വെക്കുക കേട്ടോ. അതിലോട്ട് ഓരോ ബോൾസായി നമ്മൾ ഇതിലോട്ട് വെക്കുക. കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടേ. എൻ്റേത് കുറച്ച് ചെറിയൊരു പാത്രം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളത്. കൊഴുക്കട്ടയൊക്കെ അത് വെച്ച ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വെന്ത് വന്നോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്കിത് അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും. വെന്തില്ല കേട്ടോ. നമുക്കൊരു 5 മിനിറ്റും കൂടെ ഇത് അടച്ച് വെച്ച് വേവിക്കാം. വെന്ത് വന്ന ശേഷം ഞാനൊരു പാത്രത്തിലോട്ടെല്ലാം മാറ്റിയിട്ടുണ്ടേ. ഇനി നമുക്ക് സവാളയും തക്കാളിയും വെച്ചിട്ടുള്ള റെസിപ്പി ചെയ്യാം. ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലോട്ട് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചതിലോട്ട് ഒരു 1/2 സ്പൂൺ ജീരകം ഇടാം. സാധാ ജീരകമാണ്, ചെറിയ ജീരകമാണ് ഇടേണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 2 മൂത്ത് വന്ന ശേഷം നമുക്കതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് കറിക്കും നമുക്ക് കറിവേപ്പില, അത് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഒക്കെ അല്ലേ. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒന്നും കൂടെ നന്നായിട്ട്. വറ്റൽമുളക് ഒന്ന് വാടി വരണം, അതുപോലെ മിക്സ് ചെയ്തു. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തു. സവാള നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതാ വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് സവാള ചെറിയൊരു ബ്രൗൺ വരുന്നവരെ നമുക്ക് വഴറ്റാം. ജീരകവും മുളകും സവാള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് എണ്ണയിൽ തന്നെയാണ് വഴറ്റുന്നത്. പിന്നെ നമുക്കതിൽ ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
എരിവുള്ള മുളകാണെങ്കിൽ നമുക്ക് 1/2 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. എല്ലാ പൊടികളും ചേർത്ത ശേഷം നമുക്കെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കൊരു 1/4 കപ്പ് അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രമാണ് നമുക്ക് 1/4 കപ്പ് മതി. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമുള്ള ഇതിൽ. ഇതൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബോൾസ് ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബോൾസ് ആദ്യം ഇടുക, എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആദ്യം കുറച്ച് ഇടുക. നമ്മൾ അങ്ങനെയാണ്, അല്ലാണ്ട് ഒന്നിച്ച് നമ്മൾ ഇടാൻ പാടില്ല കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇളക്കി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതെല്ലാം മിക്സായിട്ട് നമുക്കൊരു 1/4 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അവസാനം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അവസാനം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ഇത് മാറ്റിയിട്ടുണ്ടേ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നില്ലേ? കാണുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കുമ്പോൾ തോന്നില്ലേ? റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും അത്. അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നത് വരെ താങ്ക് യു.